ഹായ് എവരി വൺ. രാവിലെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എത്ര ഫാസ്റ്റായിട്ടാണല്ലേ ടൈം പോകുന്നത്. ഒരു ചായയിൽ തുടങ്ങി ശ്രീയുടെയും മോളുടെയും ലഞ്ച് ബാഗ് പാക്ക് ചെയ്യുന്നവരെയും ടൈം ഒരു ഓട്ടപ്പാച്ചിലാണ്. ഈ കാണുന്നത് എൻ്റെ ജസ്റ്റ് ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുക, എന്നിട്ട് വന്ന് ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. ഇന്നൊരു ഫ്രൈഡേ ആണ്, ഇന്ന് മോൾക്ക് പോകണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. രാവിലെ എഴുന്നേറ്റു, ടി വിയിൽ ഒരു ഡിവോഷണൽ സോങ് വെച്ചു, പിന്നെ വിളക്ക് കത്തിച്ചു, പിന്നെ കിച്ചണിലേക്ക് കിടക്കും. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ നമുക്ക് സ്കൂളിലൊക്കെ പോകാനായിട്ട് പാക്ക് ചെയ്യുമല്ലോ, ലഞ്ച് എല്ലാം പാക്ക് ചെയ്ത് തരുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. രാവിലെയുള്ള പാചകം എന്ന് പറയുന്നത് അത് വെറും ജോലി മാത്രമല്ലല്ലോ, അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്നേഹത്തോടെ നമ്മൾ തുടങ്ങുന്നതല്ലേ. അതിന് ഭയങ്കര സ്പെഷ്യലല്ലേ അത്. പിന്നെ ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ആദ്യം കുറച്ച് ടൈം എടുക്കും. അത് ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കി അത് എനിക്ക് വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനത്തോടെ ഇരുന്ന് കുടിക്കും. അതാണ് ഞാൻ സ്ഥിരം ആദ്യം ചെയ്യുന്നൊരു കാര്യം. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യാണ്ടിരിക്കുക. ഒരു 30 ഇയേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പിന്നിട്ട് കഴിഞ്ഞു എന്നാണല്ലേ ചിലർക്കെങ്കിലും ഒന്ന് തോന്നുന്നത്. പക്ഷെ അതല്ല സത്യം. സത്യം എന്തെന്നാൽ ജീവിതം അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളല്ലേ കുടുംബത്തിന് ഊർജ്ജം നൽകുന്നത്. അതുപോലെ എല്ലാ തകർച്ചയിലും സന്തോഷത്തിലും എന്ത് കാര്യത്തിലും നമുക്ക് പുഞ്ചിരിയോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ 20 ഇയേഴ്സിൽ പറ്റുമായിരുന്നോ? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. നമ്മുടെ ഉള്ളിലെ സ്ത്രീയെ തിരിച്ചറിയാൻ കഴിയുന്ന ടൈമാണിത്. ഓരോ ദിനവും നമ്മുടേതാക്കി മാറ്റാം. ഒരു ന്യൂ സ്കില്ല് പഠിക്കാം, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാം, സ്വന്തം സന്തോഷത്തിന് സമയം കണ്ടെത്താം. ഈ പ്രായത്തിലാണ് നമുക്ക് കൂടുതൽ ശക്തിയും ധൈര്യവും ഒക്കെ വരുന്നത്. പഴയ നമ്മളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇങ്ങനെയൊക്കെ ആയിരുന്നോ? എല്ലാം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. ഇപ്പോൾ അങ്ങനെ മറ്റ് പലരുമായിരുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്തിരുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ആരംഭഘട്ടമാണ്. നമ്മുടെ പ്രായമോ വേഷം, നില, ബന്ധം ഒന്നും നമ്മുടെ കരുത്തിന് വിലക്കല്ല. 30 കഴിഞ്ഞാൽ ചിലതെല്ലാം മാറും. ചിലപ്പോൾ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും, മനസ്സിന് അലസതയുണ്ടാവും. പക്ഷേ എല്ലാത്തിനും ഉപരി ഒരു ശാന്തിയും തിരിച്ചറിവും ഒക്കെ വരും. വേണ്ടാന്ന് വെച്ചതൊക്കെ ഇനിയും ചെയ്യാമല്ലോ. ഇത് നമ്മുടെ സമയമല്ലേ. ഈ മാസം ഒരു ദിവസം ഒരവധി എടുക്ക്. അത് വർക്കിംഗ് വുമൺ ആണെങ്കിലും ഹോം മേക്കർ ആണെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ഒരവധി എടുത്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കപ്പ് ചായ കുടിക്കാൻ, മനസ്സിന് ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ കേട്ട് ഒന്ന് വിശ്രമിക്കാനായിട്ട്, ഒന്ന് ചിരിക്കാനായിട്ട്. പിന്നെ വീണ്ടും എല്ലാം മാറ്റാമല്ലോ. ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ. പിന്നെ ഈ സംസാരത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ജോലികളാണ് കേട്ടോ. ഇപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം വെച്ചു. അടുത്തതിന് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് സ്ത്രീക്ക് ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യാണ്.
രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയും ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ്. ഇന്ന് മോൾക്ക് പോകണ്ടെന്ന് വെച്ചാൽ മോൾക്ക് ഇന്നലെ ഒരു ചെറിയ പനി പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്ന് വിടണ്ടെന്ന് വിചാരിച്ച. ശ്രീ ആണെങ്കിൽ ഒരു 9 മണിയാകുമ്പോൾ പോകും. അപ്പോൾ അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോണത്. ലഞ്ച് കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഇപ്പോൾ രാവിലെ. മോൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണെന്നുണ്ടെങ്കിൽ 8 മണിയാകുമ്പോൾ സ്കൂളിൽ പോകണം. അപ്പോൾ 8 മണിക്കൊക്കെ ഒരുപാട് മുന്നേ തന്നെ എൻ്റെ കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാവും. പിന്നെ 9 മണിയാകുമ്പം ശ്രീയും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നെ എനിക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അത് അങ്ങനെ ആ ഒരു ബോറടിയിൽ നിന്നും ഒക്കെയാണ് ഈ ഒരു ചാനൽ ഞാൻ ചെയ്യാൻ തന്നെ കാര്യം. യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങാമെന്ന് ചിന്തിച്ചത് തന്നെ അതുകൊണ്ടാണ്. ഈ ഒറ്റയ്ക്കിരിക്കുന്നതും നമ്മൾ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുന്നതും ഒക്കെ കൊണ്ടിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ, ഒന്ന് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. പിന്നെ ഞാൻ കഴിഞ്ഞിടെ ഒരു ഷോർട്സ്, ഒരു മിനി വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയതിൻ്റെ. ആ സെയിം ഡേ തന്നെയാണ് കേട്ടോ ഇത്. ആ സെയിം ഡേ മോർണിംഗ് ആണ്, ഈവനിങ്ങിലാണ് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയത്. അപ്പോൾ ഇന്ന് ഈവനിങ് ആണ് പോകുന്നത്, ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. മന്ത്ലി വൺസാണ് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാറ് ഞാൻ. പിന്നെ എന്താ പറയുക, നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും അത്ര അത്യാവശ്യത്തിൽ എന്തെങ്കിലും വേണ്ടി വന്നാൽ ഇവിടെ ഇൻസ്റ്റാമാർട്ട് ഉണ്ട്. ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിട്ട് എനിക്കിവിടെ തോന്നിയത്, നമുക്ക് നമ്മുടെ ടെൻഡർ കോക്കനട്ട് വാട്ടറൊക്കെ ഉണ്ടല്ലോ, അതുവരെ നമുക്കിവിടെ വീട്ടിൽ കിട്ടും. വീട്ടിൽ കൊണ്ടുതരും. കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി, ഒരു ദിവസം നമുക്കൊന്ന് വയ്യാതിരുന്നാൽ പോലും നമുക്ക് വേണ്ട കഞ്ഞിയോ ഇത് ടെൻഡർ കോക്കനട്ട് വാട്ടറോ എല്ലാം നമുക്ക് വീട്ടിൽ കിട്ടും. അങ്ങനെ അതൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഇവിടുത്തെ വേസ്റ്റിൻ്റെ കാര്യമാണ്. വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എനിക്ക് ഇവിടുത്തെ ആ ഒരു സിസ്റ്റം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വേസ്റ്റ്, നമുക്ക് ഡെയിലിയുള്ള വേസ്റ്റ് വന്നിട്ട് അത് നമ്മുടെ നാട്ടിലെ പോലെ മറ്റേ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് പ്ലാസ്റ്റിക് എല്ലാം കൂടി ഒരു മാസം നമ്മൾ വീട്ടിൽ കൂട്ടി വെച്ചിട്ട് ഹരിതകർമ്മസേന വന്നിട്ടെടുക്കണം, അങ്ങനെയൊക്കെ അല്ലേ. ഇവിടെ ആണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും ഫുഡ് വേസ്റ്റ് ആണെങ്കിലും ശരി, നമുക്ക് അന്നുള്ള വേസ്റ്റ് കുറച്ച് വരുന്നത് അത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, അത് ആ വേസ്റ്റ് ഇത് ചെയ്തിട്ട് നമുക്കിവിടെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ കൊണ്ട് വെച്ചാൽ മതി. കോർപ്പറേഷനിൽ നാളെ വരും, അവർ വന്നെടുത്തോളും. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു കാര്യമില്ല. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിനോടകം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ജോലിയും തന്നെ തീർന്നിട്ടുണ്ട്. റൈസ് റെഡിയായി, കറിയൊക്കെ റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചട്നി റെഡിയായി, ഇതെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി കഴിഞ്ഞു. അത് ദോശ ഉണ്ടാക്കുക, ശ്രീ പോകുന്നതിന് മുമ്പ് ശ്രീക്കുള്ള ദോശയും ടീയും എല്ലാം കൊടുക്കും. പിന്നെ ശ്രീ പോയ ശേഷമേ ഞാൻ കഴിക്കാനിരിക്കുള്ളൂ. ഞാനും മോളുള്ളതുകൊണ്ട് മോളും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനും ശ്രീയുടെ കൂടെ ഇരുന്ന് കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സമാധാനത്തോടെ, എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കണം. അതുകൊണ്ട് ഞാൻ വളരെ സമാധാനത്തോടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ചെയ്യാറുള്ളത്.
ശ്രീക്കുള്ള ലഞ്ച് ബാഗ് എല്ലാം പാക്ക് ചെയ്തതാണിത്. ഞാനും വന്നിട്ട് ശ്രീയുടെ കൂടെ താഴോട്ട് പോകും. എനിക്കിവിടെ ഒരു ഡോഗും ഉണ്ട്, മിലോ എന്നാണ് കേട്ടോ പേര്. മിലോനായിട്ട് ജസ്റ്റ് ഒരു വാക്കിങ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റൊക്കെ കൊണ്ട് എൻട്രൻസിൻ്റെ അവിടെ വെക്കണം. അപ്പം ഞാനും അങ്ങോട്ട് താഴേക്ക് ഇറങ്ങും അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ കാര്യം. അപ്പോൾ അന്നേരം നമ്മൾ പോകുമ്പോഴുള്ളതാണ്. ജസ്റ്റ് വേ ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ ട്രാഫിക് ബ്ലോക്കും എല്ലാം നല്ല ബ്ലോക്കാണ്. 1 കിലോമീറ്റർ അടുത്ത് തന്നെയാണ്, പക്ഷേങ്കിൽ നല്ല ടൈം എടുക്കും നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. നല്ല ബ്ലോക്കാണ്. ജസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ നമ്മൾ നടന്ന് പോകുന്ന പോലെയാണ് വണ്ടിയിൽ പോകുന്നത്. അത്രയ്ക്ക് സ്ലോ ആയിട്ടേ എത്തുള്ളൂ. ഇതാണ് ഡിമാർട്ട്, ഗ്രാൻഡ് സ്ക്വയർ മാളിൽ. അവിടെയാണ് നമ്മൾ ഇത് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കയറി പർച്ചേസൊക്കെ ചെയ്തു. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ലേറ്റായി പർച്ചേസിങ്. ഞങ്ങളൊരു 6 PM പോയി, ഒരു 9 PM ഒക്കെ ആയെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. 9 PM ഒക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഇവിടെ ഒരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്, മലയാളീസിൻ്റെ ആണ്, അച്ചായത്തീസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അവിടെ നല്ല ഫുഡാണ്, അത്യാവശ്യം കേരള ഫുഡൊക്കെ കിട്ടും. ഇവിടെ വേറെ ഒന്നും നമുക്കത്ര ഫുഡ് അത്ര പറ്റില്ല, എനിക്ക് അത്ര പറ്റില്ല. അവിടെ ഒക്കെയാണ് കേരള ഫുഡൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ടേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടും. അവിടെ എനിക്കിഷ്ടമായി. അപ്പം ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെയാണ് കേട്ടോ കാണുന്നത്. കഴിച്ചതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നു, അതുതന്നെയുള്ളൂ. പിന്നെ ഗ്രോസറീസ് എന്തൊക്കെയാണ് വാങ്ങിയെന്നൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഷോർട്സ് ആയിട്ട് ഒരു മിനി വ്ലോഗ് പോലെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ പിന്നെ ഓക്കെ, ബൈ, ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും താങ്ക് യു. ബൈ.